കേരള തമിഴ്നാട് ഭരണത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് വൈക്കത്ത് കാണാൻ സാധിക്കുന്നു. തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിനായി ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് കൈകോർത്ത് നടത്തുന്ന പരിപാടി. അതിന്റെ വലിയ പ്രത്യേകതയുണ്ട്. ആ നവോത്ഥാന പാരമ്പര്യം അലയടിക്കുന്ന നമ്മുടെ ഓർമ്മകളിലേക്ക് അത് എത്തിക്കുന്ന, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ എത്തിക്കുന്ന പരിപാടിയാണ്. അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുജിത് ചന്ദ്രൻ. ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് കൂടി ചേരുകയാണ്. ആസിഫ്, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ പുഷ്പാർച്ചന നടക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരിപാടിയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആസിഫ്? തീർച്ചയായിട്ടും ഇപ്പോൾ പുഷ്പാർച്ചന നൽകുന്നത് മുഖ്യമന്ത്രിമാരും ആ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സമ്മേളന നഗരിയിലേക്ക് ഇരു മുഖ്യമന്ത്രിമാരും എത്തുക. ഇപ്പോൾ തന്നെയും ആയിരക്കണക്കിന് ആളുകൾ ഈ സമ്മേളന നഗരിയിൽ അടിച്ചുകൂടിയിട്ടുണ്ട്. 43,540 വിസ്തീർണമുള്ള പന്തലാണ് ഇവിടെ തമിഴ്നാട് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 1000 ആളുകൾക്ക് ഈ പന്തൽ ഉൾക്കൊള്ളാനാണ്. ഇപ്പോൾ തന്നെ ഈ പന്തൽ ആളുകൾ ഇപ്പോൾ ആസിഫ്, ശബ്ദ സംരക്ഷണത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട്. ആസിഫിലേക്ക് തിരിച്ചെത്താം. സുജിത്ത് തുടരുന്നുണ്ട്. സുജിത്ത്, ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്നു. അവിടെ ഇപ്പോൾ നടക്കുന്ന മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സമരം, ആ വലിയ സമരത്തിൻ്റെ, ആ മഹിതമായ സമരത്തിൻ്റെ ഓർമ്മകൾ ഓരോ ഇഞ്ചിലും ഇവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. നോക്കൂ, 100 വർഷങ്ങൾക്ക് ശേഷം, ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളവും തമിഴ്നാടും ഒന്നിച്ച് ആ സമരത്തെ ഇപ്പോൾ പുഷ്പാർച്ചന കഴിഞ്ഞു. തന്തൈ പെരിയാർ സ്മാരകത്തിൽ ഇരു മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും അടക്കമുള്ളവരൊക്കെ പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ്രാവിഡർ കഴകം അധ്യക്ഷൻ കെ വീരമണി ഇവിടെയുണ്ട്. തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, എൽവേലു, എം പി സ്വാമിനാഥൻ ഒക്കെ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, VN വാസവൻ, സജി ചെറിയാൻ തുടങ്ങിയവരൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഈ ഗ്രൂപ്പിന്റെ യിലൂടെ ഈ മുഖ്യമന്ത്രിമാരും കെ വീരമണിയും ദുരൈമുരുകനും ഒക്കെ ചേർന്ന് ഇതിനടുത്തുള്ള ഈ സ്മാരകത്തിലേക്ക് നീങ്ങുകയാണ്. സ്മാരകത്തിൽ വിപുലമായ, നേരത്തെ പറഞ്ഞതുപോലെ വിപുലമായ വലിയ തിരക്കാണ് അവിടെ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ചെറിയ തടസ്സം സംസാരത്തിനുണ്ടാകുന്നത്. അവിടേക്ക് നീങ്ങുകയാണ്. അതിനുള്ളിലും പെരിയാറിൻ്റെ ഒരു ചെറിയ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പെരിയാറിൻ്റെ ജീവിതത്തിലെ വൈക്കം സത്യാഗ്രഹം എന്ന ചരിത്ര സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഛായാചിത്രങ്ങൾ, ഒപ്പം പെരിയാറിൻ്റെ കൃതികൾ, ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത, ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്ത കൃതികൾ, തമിഴ് മൂലകൃതികളൊക്കെ അടങ്ങിയ വലിയ വായനശാല ഇവിടെയുണ്ട്.